إن الصلاة كانت على المؤمنين كتابا موقوتا. ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ. നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലേണ്ടത് ഒരു പ്രത്യേക ദിക്റായി ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അസ്തഗ്ഫിറുല്ലാഹൽ അസീം അൽ ഖദീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅ വ അതൂബു ഇലൈഹി വ അസ്അലുക തൗബ അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം തബാറക്ത റബ്ബനാ വ തആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആയത്തുൽ കുർസി ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാമല്ലോ. ആ ആയത്തുൽ കുർസി ഒരു തവണ ഓതുക. അതിനുശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാ എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 33 തവണ, അത് 33 തവണകൾ വീതം ചൊല്ലിക്കഴിഞ്ഞ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് ഒരു തവണ ചൊല്ലി 100 പൂർത്തീകരിക്കുക. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 തവണ ചൊല്ലുക. അഫ്ദൽ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 തവണ ചൊല്ലുക. ഇതാണ് നമസ്കാര ശേഷമുള്ള ദിക്ർ. സുബഹി നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് 10 തവണയും അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, ഇത് 7 തവണയും ചൊല്ലൽ സുന്നത്തുണ്ട്. അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഓരോ നമസ്കാര ശേഷവും പ്രത്യേക ദുആ ഉണ്ട്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി, അതല്ലെങ്കിൽ നമുക്ക് എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ളത് അത് അള്ളാഹുവിനോട് നമുക്കറിയാവുന്ന ഭാഷയിൽ ദുആ ചെയ്യുക. തീർച്ചയായും നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകും. ആ വിശ്വാസമാണ് ഈ ദുആ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. ഇനി നമുക്ക് സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് പരിശോധിക്കാം.